നമസ്കാരം. ചിലന്തികളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുതരം പേടിയാണ്, ശരിയല്ലേ? വീടുകളിലെ മാറാലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശല്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ അവയെ കാണാറുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു എക്സ്പ്ലെയിനറിലൂടെ ആ ധാരണ അപ്പാടെ നമ്മളൊന്ന് തിരുത്താൻ പോവുകയാണ്. സത്യത്തിൽ ചിലന്തികൾ വെറും ശല്യക്കാരല്ല, മറിച്ച് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കുന്ന അതിശയകരമാം വിധം പരിണമിച്ച മഹാജീവികളാണ്. എന്തൊക്കെയാണ് ഈ അത്ഭുത ജീവികളുടെ യാഥാർത്ഥ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? 51673 ലോകമെമ്പാടുമായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചിലന്തി സ്പീഷീസുകളുടെ എണ്ണമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 135 കുടുംബങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 50,000-ലധികം വ്യത്യസ്ത ഇനം ചിലന്തികൾ. അപ്പോൾ ഇവയുടെ ആ ഒരു വൈവിധ്യവും എണ്ണവും എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒറ്റ സംഖ്യയിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി ഇവ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ മുതൽ കാടുകളിലും ഗുഹകളിലും, എന്തിനേറെ നമ്മുടെ ബെഡ്റൂമിൽ വരെ ഇവ സുഖമായി ജീവിക്കുന്നുണ്ട്. എന്ത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള ഇവയുടെ കഴിവ് അപാരം തന്നെയാണ്. മഞ്ഞുമൂടിയ അന്റാർട്ടിക്ക എന്ന ഒരൊറ്റ സ്ഥലത്തു മാത്രമേ ഇവയ്ക്ക് ജീവിക്കാൻ കഴിയാത്തതുള്ളൂ. അതൊഴിച്ചാൽ ഭൂമിയിലെ മറ്റെല്ലാ കരപ്രദേശങ്ങളിലും ഇവ രാജാക്കന്മാരാണ്. ഭാഗം 1. വേട്ടക്കാരന്റെ ശരീരഘടന. പ്രകൃതി എങ്ങനെയാണ് ഈ ചിലന്തികളെ ഇത്രയും മികച്ച വേട്ടക്കാരാക്കി മാറ്റിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊക്കെ എപ്പോഴും പറ്റുന്നൊരു അബദ്ധമുണ്ട്. ചിലന്തികളും പ്രാണികളും ഒന്നാണെന്ന് നമ്മൾ കരുതും. എന്നാൽ തീർച്ചയായും അല്ല. പ്രാണികൾക്ക് 6 കാലുകളും 3 ശരീരഭാഗങ്ങളുമാണുള്ളതെങ്കിൽ ചിലന്തികൾക്ക് 8 കാലുകളുണ്ട്. അതുപോലെ അവയുടെ ശരീരത്തെ തലയും നെഞ്ചും ചേർന്ന സെഫാലോതൊറാക്സ് എന്നും പിന്നെ ഉദരം എന്നും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അറാക്നിഡുകൾ എന്ന സവിശേഷ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഇനി ചിലന്തികളുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. സ്പിന്നറെറ്റുകൾ ഇവയുടെ ശരീരത്തിനകത്തുള്ള ഒരു മിനി ഫാക്ടറിയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഒരു വസ്തുവായ പട്ടുൽപ്പാദിപ്പിക്കുന്നത് ഈ സ്പിന്നറെറ്റുകൾ ഉപയോഗിച്ചാണ്. ഇരയെ പിടിക്കാൻ വല നെയ്യാനും മുട്ടകൾ വയ്ക്കാൻ സുരക്ഷിതമായ സഞ്ചികളുണ്ടാക്കാനും, എന്തിനു പറയുന്നു, സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാൻ വരെ അവ ഈ പട്ടുപയോഗിക്കുന്നു. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ബുക്ക് ലങ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നില്ലേ? നമ്മുടെ ശ്വാസകോശം പോലെയല്ല ഇത്. ഒരു പുസ്തകത്തിന്റെ താളുകൾ അടുക്കിമെച്ചതുപോലുള്ളൊരു ഘടനയായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് തന്നെ. ജീവജാലങ്ങളുടെ പരിണാമചരിത്രത്തിൽ ചിലന്തികളെ വേറിട്ടു നിർത്തുന്ന വളരെ സങ്കീർണമായൊരു ശ്വസനാവയവമാണിത്. ഭാഗം 2. വേട്ടക്കാരും വല നെയ്യുന്നവരും. ഇവയുടെ ഈ പ്രത്യേകതകൾ വെച്ച് ഇവ എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നതെന്ന് നോക്കാം. ഈ ഇരപിടിക്കുന്ന രീതി വെച്ച് ചിലന്തികളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, വളരെ ക്ഷമയോടെ കാത്തിരുന്ന് വല നെയ്ത് അതിൽ ഇരയെ കുടുക്കുന്ന ഓർബ് വീവേഴ്സിനെയും കോബ്വെബ് ചിലന്തികളെയും പോലുള്ളവ. രണ്ടാമത്തെ വിഭാഗം കുറച്ചൊരു ഉഷാറാണ്. ഒട്ടും കാത്തിരിക്കാതെ അതീവ വേഗത്തിൽ ഇരയെ ഓറിച്ചിട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ പതുങ്ങിയിരുന്ന് പെട്ടെന്ന് ചാടി വീഴുന്ന വുൾഫ് സ്പൈഡറുകളും ജമ്പിംഗ് സ്പൈഡറുകളും. 2 രീതികളും ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പൊ നമ്മള് ഇതുവരെ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. 2 ശരീരഭാഗങ്ങൾ, 8 കാലുകൾ, പിന്നെ വിസ്മയിപ്പിക്കുന്ന പട്ടുൽപാദനം. ഇതിനൊപ്പം ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇവ പക്ക മാംസഭോജികളാണ് എന്നതാണ്. പ്രധാനമായും മറ്റു പ്രാണികളെയാണ് ഇവ അകത്താക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കോ. കാരണം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇവയുടെ വലിപ്പത്തെയും നിറത്തെയും കുറിച്ചുള്ള ചില അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ്. ഭാഗം 3. ചിലന്തികളുടെ അത്ഭുത കഴിവുകൾ. ശാസ്ത്രലോകത്തെപ്പോലും ഞെട്ടിച്ച ഇവയുടെ ചില സൂപ്പർ പവറുകളെക്കുറിച്ച് കേട്ടാലോ? ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. തുല്യഭാരമുള്ള സ്റ്റീലിനേക്കാൾ അഥവാ ഉരുക്കിനേക്കാൾ ശക്തിയുണ്ട് ചിലന്തിവലയിലെ പട്ടിന്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? പക്ഷെ അതാണ് സത്യം. അവയുടെ ഈ വലകൾക്ക് ഇത്രയധികം ശക്തിയും വലിയ ഇലാസ്റ്റികതയും ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിൽ കുടുങ്ങുന്ന ഇരകൾക്ക് എത്ര ശ്രമിച്ചാലും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്. അതുപോലെ തന്നെ ചിലന്തികൾ എന്നു പറയുമ്പോൾ എപ്പോഴും ആ കറുപ്പും ബ്രൗണും നിറങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരിക. ഒരിക്കലുമല്ല. പീകോക്ക് സ്പൈഡറുകളെ ഒന്ന് കണ്ടുനോക്കൂ. ആ പേരുപോലെ തന്നെ അവയുടെ ശരീരത്തിലെ നിറങ്ങൾ ഒരു വിസ്മയം തന്നെയാണ്. പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷനുകൾ വരെ സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിയും. അതുമാത്രമല്ല, തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ജീവിക്കുന്ന ചുറ്റുപാടിനും അനുസരിച്ച് സ്വയം നിറം മാറ്റാൻ കഴിവുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. ഇനി വലിപ്പത്തിന്റെ കാര്യം നോക്കിയാലോ? ഒരറ്റത്ത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും ബുദ്ധിമുട്ടുള്ള 1 മില്ലിമീറ്ററിന്റെ പകുതി പോലും വലിപ്പമില്ലാത്ത പാറ്റോ ഡിഗ്വ എന്ന കുഞ്ഞൻ ചിലന്തി.
മറുവശത്തോ ഒരു വലിയ ഡിന്നർ പ്ലേറ്റിനോളം വലിപ്പമുള്ള 13 സെന്റിമീറ്ററോളം ശരീരവലിപ്പമുള്ള ഭീമാകാരനായ ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. ഒരൊറ്റ ജീവിവർഗത്തിൽ തന്നെ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്താൻ പരിണാമത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നത് ശരിക്കും അത്ഭുതം തന്നെയാണ്. ഭാഗം 4. മിത്രം, ശത്രു, ഭാവി. അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും മനുഷ്യരുമായുള്ള ബന്ധവും. നമുക്കൊക്കെ ഇവയെ കണ്ടാലുള്ള ഏറ്റവും വലിയ ഭയം ഇവ കടിക്കുമോ, ഇവയ്ക്ക് വിഷമുണ്ടോ എന്നൊക്കെയാണ്. വിഷമുണ്ടെന്നുള്ളത് സത്യം തന്നെ, പക്ഷേ അത് നമ്മളെ ഉപദ്രവിക്കാനല്ല, അവയ്ക്ക് ഇരയെ വേട്ടയാടാനും കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ളതാണ്. ബ്ലാക്ക് വിഡോ പോലെയുള്ള വളരെ അപൂർവം ഇനങ്ങൾ മാത്രമേ മനുഷ്യർക്ക് അപകടകാരികളാകുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ചിലന്തികളും പൂർണ്ണമായും നിരുപദ്രവകാരികളാണ്. ഇവയുടെ പല്ലുകൾക്ക് മനുഷ്യന്റെ തൊലിയൊന്ന് തുളയ്ക്കാൻ പോലും പലപ്പോഴും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ചിലന്തികൾ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മികച്ച മിത്രങ്ങളാണ്. കൊതുകുകളും ഈച്ചകളും ഉൾപ്പെടെയുള്ള ശല്യക്കാരായ പ്രാണികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് പ്രധാനമായും ഇവരാണ്. അതുപോലെ ചിലന്തിപ്പട്ടിനെക്കുറിച്ചുള്ള ഇന്നത്തെ ഗവേഷണങ്ങൾ വൈദ്യശാസ്ത്രത്തിലും മറ്റും വലിയ മുന്നേറ്റങ്ങളാണ് മനുഷ്യർക്ക് നൽകുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ചിലന്തികൾ കൂടിയേ തീരൂ. അവസാനമായി ഇതൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഈ 8 കാലുള്ള കാവൽക്കാരില്ലാത്ത ഒരു ലോകം എങ്ങനെയായിരിക്കും? പ്രാണികളും കൊതുകുകളും പെരുകി പരിസ്ഥിതിയുടെ താളം തന്നെ തെറ്റുന്നൊരു അവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. അതുകൊണ്ട് ഈ വിവരങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനിയെങ്കിലും ചിലന്തികളെ കാണുമ്പോൾ വെറുമൊരു പേടിയല്ല, മറിച്ച് പ്രകൃതിയുടെ ഈ അത്ഭുത എഞ്ചിനീയർമാരോട് വലിയൊരു ബഹുമാനവും കൗതുകവുമാണ് നമുക്ക് തോന്നേണ്ടത്, അല്ലേ? തീർച്ചയായും. നന്ദി.